യാ ശരിയാണ്. അങ്ങനെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നേക്കുവാണ് വിത്ത് ന്യൂ കോണ്ടൻറ്റ്സ്, ന്യൂ വ്ളോഗ്സ് ആൻഡ് എവറിത്തിങ്. അങ്ങനെ കുറച്ച് ദിവസം ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ വീടിൻ്റെ കുറച്ച് റെനോവേഷൻ പരിപാടീസൊക്കെ നടക്കുവാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. സോ അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് കുറേ വ്ളോഗ്സൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നോമ്പ് തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ ആക്ച്വലി നോമ്പ് ബേസ്ഡ് ആണ്. റമദാൻ വ്ളോഗ് ആയിട്ടുള്ള രീതിക്ക് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോമ്പ് തുറക്കുന്നതെന്നൊക്കെയുള്ള രീതിക്കാണ്. ആക്ച്വലി ഇപ്പോൾ പുറത്ത് മഴയും പെയ്യുകയാണ്, എന്താണെന്നറിയില്ല. എന്നെ വ്ളോഗ് എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഒന്നെങ്കിൽ വ്ളോഗ് എടുക്കുമ്പോൾ എൻ്റെ ആരോഗ്യം പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ സമയം കിട്ടാറില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോയത് മഴയും പെയ്യുക പുറത്ത്. എന്ത് നല്ല സമയം എന്നറിയില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ചൊരു വീഡിയോ എടുക്കാം. സോ ഹലോ ഗൈസ്, ഞാൻ സുബാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു റമദാൻ വ്ളോഗാണ്. എങ്ങനെയാണ് നോമ്പ് തുറക്കുന്ന രീതിക്കാണ്. അപ്പോൾ ആക്ച്വലി എല്ലാ ദിവസവും ഇതുപോലെയല്ല നമ്മൾ നോമ്പ് തുറക്കുന്നത്. നമ്മൾ കുറച്ച് ഐറ്റംസ് എടുക്കാറുള്ളൂ. പക്ഷേ ഇന്ന് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് കുറച്ച് ഐറ്റംസ് കൂട്ടി അതുപോലെ തന്നെ കുറച്ചും നന്നായിട്ട് എടുക്കാമെന്നുള്ള രീതിക്കാണ് നമ്മളിന്ന് പുറത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനല്ല, മമ്മയാണ് പോയത്. മമ്മയും അനിയത്തിയും പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ മുകളിൽ മൊത്തം റെനോവേഷൻ നടക്കുവാണ്. താഴെ ഏകദേശം കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ താഴെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കിച്ചണിൽ വെക്കാനുള്ള കൂടുതൽ സാധനങ്ങൾ താഴത്തെ ആ കുഞ്ഞു കിച്ചണിൽ കഴിയാത്തതുകൊണ്ട് കുറേ പ്രശ്നം അവിടെ ഉണ്ടാകും. സോ എക്സ്ക്യൂസ് ദാറ്റ് ഫോർ അസ് മേ ബി ഇൻ ദിസ് വീഡിയോ. അപ്പോൾ നമുക്കിനി നേരെ താഴെ പോയി മമ്മ എന്താ അവിടെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നേരെ ഞാൻ താഴെ പോവാണ്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഞാൻ താഴെ പോവാണ്. ഇവിടെ കണ്ടോ ഫുൾ മഴയാണ്. ഞാൻ എങ്ങനെയും പെട്ടെന്ന് ഓടി താഴോട്ടേക്ക് എത്തട്ടെ. ഇവിടെ മൊത്തം പണി നടക്കുവാണ്. ഇവിടെ വണ്ടിയൊക്കെ ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. സോ ഗൈസ്, ഞാൻ കിച്ചണിലേക്ക് കയറാൻ പോയപ്പോൾ ഓൾറെഡി അവിടെ കുറേ അലങ്കോലമായിട്ട് കിടക്കാം. അലങ്കോലം എന്ന് വെച്ചാൽ നമ്മൾ കുറേ സാധനം സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കുഞ്ഞു സ്ഥലത്ത് തികയുന്നില്ല. അപ്പോൾ അത് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുക്കണ്ട, അത് മമ്മ വിളിക്കുകയാണ്. അപ്പോൾ നമ്മളിനി കുറച്ച് സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ഈ ഡൈനിങ് ടേബിൾ വെച്ചിട്ട് നമുക്ക് എല്ലാ പരിപാടീസും അവിടെ ചെയ്യാം. അപ്പോൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതുകൊണ്ട് നമ്മളിവിടെ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. സോ ഗൈസ്, ആദ്യം നമ്മളിവിടെ വയ്ക്കുന്നത് ഷാർജ ഷേക്കാണ്. അപ്പോൾ പൊതുവേ എല്ലാ നോമ്പുകളിലും നമ്മൾ ഷാർജ ഇടാറുള്ളതാണ്. ഇപ്പോൾ ഈ നോമ്പിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം 10 നോമ്പൊക്കെ ആയെന്ന് തോന്നുന്നു. പക്ഷേ ഇത്രയും നാളെ നമ്മൾ ഷാർജ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിങ്ങനെ ഷുഗറൊക്കെ കുറയ്ക്കാമെന്നുള്ള രീതിക്ക് നമ്മൾ ഷാർജ ഉണ്ടാക്കിയൊക്കെയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഒക്കെ മുകളിലെ ഫ്രിഡ്ജൊക്കെ മുകളിലാണ്. അതൊക്കെ ഇനി താഴെ കൊണ്ടുവന്ന് എന്തായാലും നമ്മൾ മുകളിലാണ് നിൽക്കാൻ പോകാൻ. അപ്പോൾ അതിനെ അതൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇതൊക്കെ തിരിച്ച് കയറ്റണമെന്നുള്ളത് നമ്മൾ അവിടെയൊക്കെ മൂടി ഇട്ടിട്ടുണ്ട് ഫ്രിഡ്ജൊക്കെ. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഐസ്ക്രീം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നൈസായിട്ട് പോയി ഐസ്ക്രീം എടുത്തിട്ട് ഷാർജ വിത്ത് ഐസ്ക്രീം ആക്കാം. എന്തിനാ നമ്മൾ കുറയ്ക്കണം, എല്ലാം നമ്മൾ സെറ്റ് ചെയ്യും. ഇതൊന്ന് നേരെ ഇനി ഞാൻ മുകളിലോട്ട് പോട്ടെ. അമ്മ ഞാൻ മുകളിൽ പോയിട്ട് വരാം. ഞാൻ ഓടിപ്പോയി ഐസ്ക്രീം എടുക്കട്ടെ ഗൈസ്. എന്തിനും ഇതിന് മാത്രം മഴയെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. ഞാൻ എന്തെങ്കിലും വ്ളോഗിങ് സ്റ്റിക്കുമായിട്ട് ഇറങ്ങിയ അപ്പോൾ മഴ അല്ലെങ്കിൽ പനി ജലദോഷം അല്ലാത്ത അവസ്ഥയാണ് ഗൈസ്. ഞാൻ നേരെ പോയി ഐസ്ക്രീം എടുക്കട്ടെ. ഐസ്ക്രീം എവിടെ ഉണ്ടെന്ന് നോക്കട്ടെ ഗൈസ്. ഒരു ഫുൾ സാധനങ്ങളാണല്ലോ. കിട്ടി ഗൈസ്, കിട്ടി. ഞാൻ നേരെ ഇതുകൊണ്ട് താഴെ പോയിട്ട് വരാം. ഓക്കെ. സോ ഗൈസ്, നമ്മളിനി ഐസ്ക്രീം ഷാർജയുടെ മുകളിൽ വെക്കുകയാണ്. ലിയ എടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചു തരാം. കുറച്ച് കൂടുതൽ വെച്ചു കേട്ടോ എനിക്ക്. നമ്മുടെ ഐസ്ക്രീം സ്കൂപ്പേഴ്സൊക്കെ എവിടെയാണെന്നൊന്നും അറിയത്തില്ല ഗൈസ്. അതുകൊണ്ട് സ്പൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഷാർജയായി, ടാങ്കായി. അനിയത്തിക്ക് ജലദോഷം ആയതുകൊണ്ട് തന്നെ അവൾ ഷാർജ കുടിക്കുന്നില്ല. തണുപ്പ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടറൊക്കെ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ അവൾക്ക് ചായയല്ല കോഫിയാണ്. പിന്നെ ടാങ്ക് ഉണ്ട്. അപ്പോൾ കുറേ സംഭവങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ ഇനി ബാക്കി എന്തൊക്കെ ഉണ്ടെന്നുള്ളതിൽ നമുക്ക് പോകാം. ഓക്കെ. സോ ഗൈസ്, നെക്സ്റ്റ് ഐറ്റം സമൂസയാണ്. നമ്മൾ സമൂസ വയ്ക്കാൻ പോകുന്നത് ഇവിടെ. പിന്നെ അടുത്തായിട്ട് ഞാൻ പോയി മേടിച്ചിട്ട് വരാം ഗൈസ്. സോ ഗൈസ്, അടുത്ത ഐറ്റം കട്ട്ലറ്റാണ്. കട്ട്ലറ്റും വയ്ക്കുന്നുണ്ട്. ആക്ച്വലി ഇത്രയും സാധനങ്ങൾ നമ്മളിങ്ങനെ എടുക്കാറില്ല പൊതുവേ. പക്ഷേ ഇന്ന് നമ്മളിങ്ങനെ വ്ളോഗ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചാൽ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ എന്താ പറയുക, നോമ്പ് തുറയല്ലേ, അങ്ങനെ ഫുൾ നമ്മളങ്ങ് എല്ലാ വീഡിയോസും നിങ്ങൾ കാണുന്ന പോലെ കുറേ ബൾക്കായിട്ട് കുറേ സാധനങ്ങളൊന്നും വെച്ച് നമ്മൾ തുറക്കാറില്ല. നമ്മൾ 4 പേരുണ്ട്. അത് നമ്മൾ എത്രയെന്ന് പറഞ്ഞ് കഴിക്കാനാണ്. അത് നോമ്പ് തുറക്കും. പിന്നെ നോമ്പ് തുറന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം. അപ്പോൾ ഇപ്പോൾ ഇത്രയല്ല, ഇനിയും കുറച്ച് സാധനങ്ങൾ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ കാണിക്കാം. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോവാം. ഓക്കെ. ഞാൻ ഇനി പോയി ബാക്കി കുറച്ച് സാധനങ്ങൾ എടുക്കട്ടെ. അപ്പോൾ ഗൈസ്, അടുത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതെന്താ ചിക്കൻ സാൻഡ്വിച്ചോ ചിക്കൻ റോളോ എന്തോ ആണ്. ഇതൊക്കെ ഞാനല്ല പോയി മേടിച്ചത്. ഞാൻ ഏതെങ്കിലും പേരുകൾ പറഞ്ഞു തരാം. മമ്മ അനിയത്തിയും പോയി അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചിട്ട് വന്നു. സോ ഇപ്പോൾ
ഇത്രയായി. ഇനി സാധനങ്ങൾ കൂടും, നമുക്കിനി ബാക്കി കുറച്ച് സാധനങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് വാപ്പച്ചി ആക്ച്വലി ഒരു ഷെഫാട്ടോ. ഹീസ് ആൻ ടർക്കിഷ് ഷെഫ്. അപ്പോൾ ടർക്കിഷ് ഷെഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുബായ് പ്രോഡക്റ്റ്സായിട്ട് ബക്ലാവ, ഹലാവ, ഞങ്ങൾക്കൊക്കെ ബക്ലാവ അറിയാമല്ലോ, ബക്ലാവ, കൊസോൺ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് വാപ്പച്ചി മെയിൻലി ഉണ്ടാക്കുന്നത്. വാപ്പച്ചി മെയിൻലി ഫോക്കസ്. അപ്പോൾ വാപ്പച്ചി ആസാദിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഉണ്ടാക്കിയൊരു സാധനമുണ്ട്, ഒരു കുനാഫ റോളോ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതും ഇപ്പോൾ വയ്ക്കും, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ വാപ്പച്ചി ഉണ്ടാക്കിയ സാധനം. ഇത് കുനാഫ അഷ്ട എന്നുള്ള രീതി. ഇതൊക്കെ ഒരു അറബി പ്രൊനൗൺസിയേഷനാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഈവൻ ദോ മുസ്ലിം, എനിക്ക് അറബി പ്രൊനൗൺസിയേഷനൊക്കെ കുറേയൊക്കെ ബാക്കിലോട്ടാണ്. ഇപ്പോൾ കുനാഫ അഷ്ട എന്നുള്ളൊരു സാധനമാണ് ഇത്. വാപ്പച്ചി ഉണ്ടാക്കിയ എൻ്റെ വാപ്പച്ചി സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണത്. ഇനിയും ഫ്രൂട്ട്സൊക്കെ വരാനുണ്ട്, ഫ്രൂട്ട്സ് വരാനുണ്ട്, ഡേറ്റ്സ് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇനി വെക്കണം. ഇനി അതൊക്കെ കൊണ്ട് വയ്ക്കട്ടെ ഗൈസ്. സോ ഗൈസ്, ഇത് നമ്മൾ ഫ്രൂട്ട്സ്, നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കൂടുതൽ ഫ്രൂട്ട്സ് ഒന്നും മേടിച്ചിട്ടില്ല. ഓൾറെഡി മേടിച്ചതാണ്, അതൊക്കെ ഞാൻ തന്നെ തിന്ന് തീർത്തു. അപ്പോൾ ഇതിന് ബാക്കി വന്ന കുറച്ച് വാട്ടർമെലൺ ഉണ്ട്, ഗ്രേപ്പ് ഉണ്ട്, പിന്നെ കുറച്ച് ഓറഞ്ചും ഉണ്ട്. ഇത്രയും ഇപ്പോൾ ഇത്രയായി. ആക്ച്വലി ഇതിൻ്റെ ഒരു പാതി പോർഷൻ നിങ്ങൾ നോക്കിയത് ഇപ്പോൾ എപ്പോഴും എന്തായാലും ഒരു സമൂസയൊക്കെ മെയിൻലി കാണാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഏകദേശം കുറച്ച് ഇപ്പോൾ ആദ്യത്തെ 2 നോമ്പിലാണ് നമ്മൾ സമൂസയൊക്കെ മേടിച്ചത്. പിന്നെ എണ്ണ പലഹാരം മൊത്തം നമ്മൾ കുറച്ചു. അതിനുശേഷമാണ് ഞാനിപ്പോൾ സമൂസേനെ ഞാൻ തന്നെ കാണുന്നത്. കാരണം വല്ലാണ്ട് നമ്മൾ എല്ലാവരും ഒന്ന് ഡയറ്റ് ചെയ്യാന്നുള്ള രീതിക്കാണ്. കുറേ എണ്ണയും ഷുഗറൊക്കെ കൂടെ കഴിക്കണ്ടല്ലോ. പക്ഷെ ഇന്നൊരു ദിവസം നമ്മളെല്ലാം കൂടെ ചീറ്റ് ഡേ ആയിട്ട് നമ്മൾ ഇത്രയും സാധനം നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ ഇതെല്ലാം വ്ളോഗിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്യാറില്ല. നമ്മൾ വലിയ ആൾക്കാരാണ് എന്നൊന്നും പറയണ്ടല്ലോ. നമ്മൾ ഇത്ര വെച്ചിട്ട് നമ്മൾ കുറച്ച് സാധനം, നമ്മൾ 4 പേര് അതിൻ്റെതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. ഗൈസ്, ഇതാണ് നമ്മുടെ 10ാമത്തെ ഐറ്റം. ഇത് ചോക്ലേറ്റ് കപ്പ് കേക്ക്സ് എന്തോ ആണ്. ഫുൾ സാധനങ്ങളാണ്. എനിക്ക് തന്നെ കണ്ടിട്ട് ഇത് എൻ്റെ വീട്ടിൽ തന്നെയാണ് നോമ്പ് തുറക്കുന്നത് ആലോചിക്കുകയാണ് ഗൈസ്. അത്രയ്ക്കും സാധനം. കാരണം നമ്മളങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയാനില്ല. സോ കുറേ സാധനമുണ്ട്. നോക്കുമ്പോൾ എനിക്ക് തന്നെ ഇനി കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണം നോമ്പ് തുറക്കാൻ. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാൻ കുറച്ച് ഗ്ലിംസും ഒക്കെ കൂടെ ഞാൻ കാണിച്ചാൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ ഗൈസ്. എൻ്റെ മുകളിൽ കുറച്ച് പീനട്സും കൂടെ ഇടാൻ വെച്ചിട്ട് കുറച്ച് കാണാൻ കൊള്ളാം. ഇത് എൻ്റെ ഐഡിയ കേട്ടോ. എൻ്റെ ഐഡിയ ആയതുകൊണ്ട് പിന്നെ നല്ലതായിരിക്കുമല്ലോ. ഞാൻ പണ്ട് നമ്മളിങ്ങനെ ചെയ്യുമായിരുന്നു. നമ്മൾ കുറച്ച് ബൂസ്റ്റും അതിൻ്റെ മുകളിൽ കുറച്ച് എന്താ പറയുക പീനട്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുടിക്കുക. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ബൂസ്റ്റ് ഇടുന്നില്ല. ബൂസ്റ്റ് ഓൾറെഡി ഇട്ടാണല്ലോ നമ്മൾ ചാർജ് അടിക്കുന്നത്. അപ്പോൾ കുറച്ച് പീനട്സൊക്കെ മുകളിലിട്ട് കുറച്ചിങ്ങനെ കുടിക്കുമ്പോൾ കുറച്ച് കടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ അടിപൊളിയായിരിക്കും. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് കുടിക്കുന്ന സമയത്ത് ലൈക്ക് ജ്യൂസ് ഷേക്കൊക്കെ കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ ഞാൻ പുറത്ത് പോയി കുടിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി സമയം 25 ഇനി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റും കൂടെ ഉണ്ട് ബാങ്ക് വിളിക്കാനും നോമ്പ് തുറക്കാനും. അപ്പോൾ ഞാൻ അതിലേക്ക് പോട്ടെ. അപ്പോൾ ഇത്രയാണ് സാധനങ്ങൾ, നിങ്ങളത് കണ്ടോളൂ. സോ ദീസ് ആർ ദ ഐറ്റംസ്. ഇത്രയുണ്ട്. ഇത് ഇവിടെ നിന്ന് തുടങ്ങി ഇത്രയും ഉണ്ട് ഗൈസ്. സോ ബാങ്ക് വിളിക്കുവാണ് ഗൈസ്. ഇനി ദുആ ചെയ്തിട്ട് നോമ്പ് തുറക്കട്ടെ. സോ ഫസ്റ്റ് നമുക്ക് ഡേറ്റ്സിൽ തുടങ്ങാം ഗൈസ്. ഡേറ്റ്സ് വെച്ച് നമ്മൾ ആദ്യം തുടങ്ങാനുള്ളത്. ഇനി ഓരോ സാധനങ്ങളും ഞാൻ വായി കുത്തിവെക്കുന്ന രീതിക്ക് ഞാൻ വ്ളോഗ് എടുക്കാം. ഓക്കെ, ഡേറ്റ്സ് കഴിച്ചതിന് ശേഷം നമുക്ക് ടാങ്ക് കുടിക്കാം. നല്ല ദാഹം ഉണ്ടായിരുന്നു. അടുത്ത സാധനത്തിലൊക്കെ നമുക്ക് എടുക്കാം. അടുത്ത ഗ്രേപ്സാണ്. നമുക്ക് അടുത്ത ഫ്രൂട്ട്സിയും തുടങ്ങാം. എന്നിട്ട് നമുക്ക് നേരെ സമൂസയും കട്ടിലേക്ക് പോകാം. ഓക്കെ, മസ്റ്റ് ഗ്രേപ്സ് അല്ലേ? യെസ്, നമുക്ക് ഇനി ഒരു തണ്ണിമത്തലിലേക്ക് പോകാം. അടുത്ത ഓറഞ്ച് ആക്കാം ഗൈസ്. സമൂസയിലേക്ക് കിടക്കാം ഗൈസ്. സാധാ സമൂസ അല്ല, ലിയ പോയി മേടിച്ചുകൊണ്ട് വന്ന എന്തോന്ന് ഷവർമ സമൂസ അല്ലേ, അത് കഴിച്ചോട്ടെ ഗൈസ്. ഞാനും ആദ്യമായിട്ടാണ് ഷവർമ സമൂസ കഴിക്കാൻ പോകുന്നത്. യു ലെഫ്റ്റ് വിത്ത് 3 more ഐറ്റംസ് ടേസ്റ്റ് ചെയ്യാൻ. ബാക്കി എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി കട്ട്ലറ്റും കൂടെ കഴിച്ചല്ല. ചിക്കൻ കട്ട്ലറ്റ് ആണല്ലേ ഗൈസ്. നമുക്ക് അടുത്ത ഈ സാൻഡ്വിച്ച് ട്രൈ ചെയ്ത് നോക്കാം.
ഒരു ഫില്ലിംഗ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇതും കൊള്ളാം ഗൈസ്. ഇത് 8ാമത്തെ ഐറ്റമാണ്. കുനാഫ ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞൊരു വാപ്പസ് ഉണ്ടാക്കിയതാണ്. കഴിച്ചു നോക്കട്ടെ. അതും കൊള്ളാം ഗൈസ്. ദിസ് ഇസ് ദ 9th ഐറ്റം. ഞാൻ ഷാർജ ലാസ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് കപ്പ് കേക്ക്. സോ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് ഐറ്റം ഇതാണ്. ഷാർജ വിത്ത് ഐസ്ക്രീം വിത്ത് പീനട്ട്സ് ആൻഡ് എവറിത്തിങ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. എല്ലാ നോമ്പിലും തുറക്കുന്നത്. ഇത് കുടിച്ചോട്ടെ ഗൈസ്. ഇത് കൊള്ളാം ഗൈസ്. പഴയ ഓർമ്മകളിലേക്ക്. സോ ഗൈസ്, അങ്ങനെ നമ്മളൊരു തട്ടിക്കുട്ടി ഒരു 10 ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു നോമ്പ് തുറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ ഒക്കെ. ലൈക്ക് ഇതൊക്കെ മേടിച്ചത് മമ്മിയും അനിയത്തിയാണ്. സ്പെഷ്യൽ ഹാറ്റ്സ് ഓഫ് ടു ദം. കാരണം ഞാൻ ഉറക്കമായിരുന്നു. നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പിന്നെ ഒറ്റ ഉറക്കമായിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഓർത്തു പോലുമില്ല. ഞങ്ങൾ കിടന്ന് ഉറക്കമായിരുന്നു. സോ ഇവർ രണ്ടാണ് പോയി മേടിച്ചത്. ആൻഡ് താങ്ക്സ് ടു ദം. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വ്ളോഗ് എടുക്കണം. സോ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വ്ളോഗും നമ്മുടെ കുട്ടി റമദാനും ഒക്കെ റമദാൻ നോമ്പോറൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ആൻഡ് അടുത്ത വീഡിയോ വരുമ്പോഴേക്കും സ്റ്റേ ട്യൂൺ. Until then, it's bye bye from Subhans.